നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മോർണിംഗ് എസ്തെറ്റിക്സ് ആണ്. ഇതൊക്കെ അലക്കാനുള്ള തുണികൾ, എല്ലായിടത്തും ചെളി, മൊത്തം വീട്ടിലെ ജോലികൾ, കാര്യങ്ങൾ, പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്തൊക്കെയായാലും ഞാനൊരു 12 മണിയായപ്പോഴത്തേക്കും എൻ്റെ വീട്ടിലേക്ക് പഠിക്കാനായിട്ട് പോയി. അതായത് കുഞ്ഞിനെ അമ്മയുടെ അടുത്താക്കിയതാണ്, ഹസ്ബൻഡ് അമ്മയുടെ അടുത്താക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു 3 അല്ലെങ്കിൽ 4 വരെ, 12 to 4. അപ്പോൾ ഇതിനകത്തുനിന്നൊരു 1 hour ഒരു ഹാഫ് ആൻ അവറൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി വർത്താനൊക്കെ പറഞ്ഞ് പോകും. ബാക്കി ഒരു 3.5 hours ഓളം പഠിക്കാനായിട്ട് കിട്ടും. അപ്പം ആ ഒരു സമയത്താണ് പഠിക്കുന്നത്. അപ്പം ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏകദേശം ഫസ്റ്റ് ഓരോ റോസായിട്ട് ഓരോ ദിവസമാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം പറ്റുന്ന അത്രയും കംപ്ലീറ്റ് ചെയ്യും. കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാമല്ലോ, ഞാൻ ഉദ്ദേശിച്ച അത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഭാഗത്ത് തെറ്റോടെന്ന് ചോദിച്ചാൽ, എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എഫേർട്സ് ഇടാം. അതായത് രാത്രി തണുപ്പ് കാരണം കയറി കിടന്ന് ഞാൻ ഉറങ്ങുന്നുണ്ട്. അതുപോലെ കുഞ്ഞിപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരയുവാണെങ്കിൽ പിന്നെ അവളെ ഫീഡ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവിടെ കിടന്ന് ഞാൻ അങ്ങ് എഴുന്നേറ്റ് പിന്നെ തിരിച്ച് പോയി തണുപ്പ് കാരണം ഇരിക്കാനായിട്ട് മടി. അപ്പോൾ കുറച്ച് മടിയുടെ പ്രശ്നങ്ങൾ കാരണം എൻ്റെ ടൈം ടേബിൾ പുറകോട്ടായി പോകുന്നുണ്ട്. ഓൺലി 28 എക്സാം. അപ്പോൾ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. ജൂൺ 28 സെക്കൻഡ് ഫേസ്. എനിക്ക് ഇനിയും വേണമെങ്കിലൊന്ന് പിടിച്ചാൽ നമുക്ക് എക്സാം കയറിപ്പെടാൻ പറ്റും. അപ്പം 28 എക്സാം. അത്രയും ദിവസങ്ങളേ ഉള്ളൂ. എന്നാൽ കൂടെ ഈ പ്രൊക്കാസ്റ്റിനേഷനും ഡിസ്ട്രാക്ഷനും മടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാലും എൻ്റെ എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഭയങ്കര പെർഫെക്ഷനിസം ആയിരുന്നു. ടൈം ടേബിൾ ഉണ്ടാക്കി അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള സമയം മൊത്തം ഗിൽറ്റടിച്ച് കളയും. ഞാൻ പഠിച്ചില്ലല്ലോ, ഞാൻ ഇത് ചെയ്തില്ലല്ലോ, ഞാൻ ഇത്ര ഉണ്ടാക്കി, ഈ ടൈം ടേബിളെല്ലാം ഉണ്ടാക്കി എനിക്ക് വേണ്ടി ഉണ്ടാക്കി, പക്ഷേ ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല. അങ്ങനെ ഭയങ്കര ഗിൽറ്റടിച്ചിട്ട് ബാക്കിയുള്ള സമയം കൂടെ ഞാൻ കളയുമായിരുന്നു. അങ്ങനെ ഒരു പ്രവണതയായിരുന്നു. പക്ഷേ ഇപ്പം ഞാനത് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. എന്നോട് കുറച്ചും കൂടെ കൈൻഡായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കി നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, എന്നാലും അതിൻ്റെ ഏതെങ്കിലുമൊക്കെ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കാണത്തില്ലേ. അപ്പം അതിന് ആദ്യം നമ്മൾ ഒന്ന് സന്തോഷിക്കുക. അതിനുശേഷം നമ്മൾ ഗിൽറ്റടിച്ചെടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഗിൽറ്റടിച്ചിരിക്കുന്ന സമയത്തിന് പകരം ആ ഒരു സമയം നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും പോർഷനും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എനിക്ക് വിഷമമുണ്ട്, ഞാൻ ടൈം ടേബിൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നോർത്ത്. പക്ഷേ സ്റ്റിൽ ഞാൻ അത് ഓർത്ത് ഒത്തിരി സങ്കടപ്പെടാറില്ല. കിട്ടുന്ന സമയം ബാക്കി ടൈം ടേബിളുമായിട്ട് അങ്ങ് മുന്നോട്ട് പോവാണ്. ഇതിപ്പോൾ നൈറ്റ് ടൈമാണ് കേട്ടോ. ഒരു 12 to 2 പഠിച്ചു. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പകൽ സമയത്ത് പോകുന്നുണ്ട്, അവിടെ ഉറക്കം ശരിയാവുന്നില്ല. അപ്പോൾ അമ്മമാർക്ക് അറിയായിരിക്കും, അവർ കൃത്യമായിട്ട് ഉറങ്ങുന്ന ആ ഒരു ടൈമിൽ ഉറങ്ങിയില്ലെങ്കിൽ രാത്രി പിന്നെ ബഹളമായിരിക്കും. അങ്ങനെ അവൾ രാത്രി ഉറങ്ങാനൊക്കെ ഇച്ചിരി നേരത്തെ ആകുമ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുമായിരുന്നു. ഇപ്പം കുറച്ച് തോളത്തിട്ട് ഉറക്കണം, അങ്ങനെ കുറച്ച് വാശിയൊക്കെയാണ്. അപ്പം അവളെ ഉറക്കി വന്നപ്പോഴത്തേക്ക് ഒരു 11:30 പിന്നെ ബുക്കെല്ലാം എടുത്ത് പഠിക്കാൻ 12 മണിയായി. 12 to 2 രാത്രിയിലൊന്ന് പഠിച്ചു. അപ്പം അതിന് ശേഷം ഞാൻ നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക്സിൻ്റെ ഏരിയാസാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് മാത്സ് ചെയ്തു കേട്ടോ. മാത്സിൻ്റെ ഏരിയാസ് ചെയ്തു. ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഒരു 5 ദിവസമായിട്ട് GK തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഇനിയിപ്പം എന്തായാലും കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം നമുക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാം. അതായത് 50 മാർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളമാണല്ലോ. അപ്പം അതിനേക്ക് അപ്പം ഞാൻ എൻ്റെ കമൻറ്റ്സ് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ എൻ്റെ കമൻറ്റിൽ ഒരു കുട്ടി ചോദിച്ചു, നമുക്ക് ഹിന്ദി ഉണ്ടോയെന്ന്, അതായത് ഡിഗ്രി പ്രിലിംസിന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് സിലബസിനെ പറ്റി ഒരു ധാരണയില്ലാത്ത, അങ്ങനെ പുതിയതായിട്ട് ഫ്രഷേഴ്സായിട്ട് PSCയിലേക്ക് വരുന്ന ആൾക്കാരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൽ ഏതൊക്കെ സബ്ജക്ട്സാണ് വേണ്ടത് എന്നൊക്കെ ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് പറയാം. ഞാൻ ആ കുട്ടിക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ടോപ്പിക്സാണ് ഉള്ളത് എന്നോർത്ത്. നമുക്ക് ഇനി ആരെങ്കിലും PSCയുടെ സിലബസ് എന്താണ്, ഡിഗ്രി പ്രിലിംസിനോ ഏതെങ്കിലും സിലബസ് എന്താണെന്ന്, അല്ലെങ്കിൽ സിലബസ് വേണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. അതുപോലെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് സിലബസ് വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടോപ്പിക്സിനെ പറ്റിയോ. അപ്പോൾ ഹിന്ദി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഓർത്തു, ദൈവമേ, സിലബസ് കിട്ടാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ, എന്താണെന്ന് അറിയാൻ മേലാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ PDF ആയിട്ട് തന്നെ സിലബസ് തരാം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് രാത്രി പഠിത്തം. അതിൻ്റെ ഒരു മേജർ പ്രശ്നം വെച്ചാൽ ഈ ഒത്തിരി ലൈറ്റിലാണ് ഞാൻ മൊബൈലിലെ വെട്ടത്തിലാണ്. അത് എൻ്റെ ലാമ്പുണ്ടായിരുന്നു, ആ ലാമ്പാണെങ്കിൽ പൊട്ടിപ്പോയി. അപ്പോൾ പുതിയത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. സ്റ്റേ സേഫ്.